ഹായ് 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 നമ്മൾ 5ാം ക്ലാസ് ആനുവൽ എക്സാം ആണ് അടുത്ത ദിവസം നടക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. ഈ എക്സാമിന് വേണ്ടി നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് മാഷി വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. 5ാം ക്ലാസ്സിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഈ ചാനൽ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രതിപ്പത്തിന് വീഡിയോ അയച്ചു കൊടുത്തോ. ഓരോ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അന്വേഷിച്ച് നടക്കായിരിക്കും. പൂർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് വീഡിയോട്ട് കിടക്കാം. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇതുപോലൊരു ചോദ്യം തരും. എന്താണ് ചോദ്യം? ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 14 സെന്റിമീറ്റർ, വാട്ട് ആർ ദ സൈഡ്സ്? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്താണ്? ചുറ്റളവ്, പെരിമീറ്റർ. പെരിമീറ്റർ എന്നാണ് നമ്മൾ ചുറ്റളവിന് ഇംഗ്ലീഷിൽ പറയാം. ചുറ്റളവ്. ചുറ്റളവ് എന്ന് വെച്ചാൽ അതിന്റെ എല്ലാ സൈഡിന്റെയും കൂടെ നീളങ്ങൾ കൂട്ടിയത്. ഒരു റെക്ടാംഗിളിലെ ചതുരത്തിന്റെ ചുറ്റളവ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 14 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡുകൾ, വശങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചുറ്റളവ് പെരിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ സൈഡുകൾ, വശങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളാണ്. ഈ 4 ഓപ്ഷനിൽ ഏതാണ് അതിന് സൈഡുകളായിട്ട് വരാവുന്നത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. പെരിമീറ്റർ 14 ആയിട്ടുള്ള റെക്ടാംഗിളിന്റെ, ചുറ്റളവ് 14 ആയിട്ടുള്ള ചതുരത്തിന്റെ സൈഡുകൾ, വശങ്ങളായിട്ട് വരാവുന്നത് ഇതിൽ ഏത് ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. കണ്ടുപിടിക്കാൻ ചെറിയൊരു ട്രിക്ക് ഉണ്ട്, വേറെ ഒന്നുമല്ല. പെരിമീറ്റർ എന്താണോ അതിന്റെ പകുതി ആയിരിക്കും അതിന്റെ 2 സൈഡും കൂടെ കൂട്ടിയത്. എന്താണ്? ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അതിന്റെ ഈ 2 സൈഡുകളും കൂടെ കൂട്ടിയത് പെരിമീറ്റർ എന്താണോ അതിന്റെ പകുതി ആയിരിക്കും. സിമ്പിൾ. അപ്പൊ പെരിമീറ്റർ 14 ആണെങ്കിൽ അതിന്റെ 2 സൈഡുകളും കൂടെ കൂട്ടിയത് എന്ത് വരണം? 14ന്റെ പകുതി. 14 2 കൊണ്ട് ഡിവൈഡ് ചെയ്തത് എന്താണ്? 7 ആണ്. 7 വന്നാൽ മതി. സിമ്പിൾ അല്ലേ? 14ന്റെ പകുതി എന്താണ്? 14 2 കൊണ്ട് ഡിവൈഡ് ചെയ്തത് 7 ആണ്. അപ്പൊ 7 ആയിരിക്കും അതിന്റെ 2 സൈഡുകളും കൂടെ കൂട്ടിയത്. അപ്പൊ 2 സൈഡുകളും കൂടെ കൂട്ടിയത് 7 ആണെങ്കിൽ ഓപ്ഷൻ എ വരാൻ ചാൻസ് ഉണ്ടോ? ഓപ്ഷൻ എ എന്താ? 2 സൈഡുകൾ എന്താ? ഒരു സൈഡ് 7 മറ്റേ സൈഡ് 7. 7 കൂട്ടിയാൽ എന്താ? 7 കൂട്ടിയാൽ 14 ആണ്. 2 സൈഡുകളും കൂടെ കൂട്ടിയാൽ 14 ആണ് വരേണ്ടത്. അല്ല, 2 സൈഡുകളും കൂടെ കൂട്ടിയാൽ 7 വരണം. പെരിമീറ്ററിന്റെ പകുതിയാണ് 2 സൈഡുകളും കൂടെ കൂട്ടിയത് വരേണ്ടത്. 2 സൈഡുകളും കൂടി കൂട്ടിയാൽ 7 വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 2 കൂടെ കൂട്ടിയാൽ 14 വരിക. 2 സൈഡും കൂടെ കൂട്ടിയാൽ 7 വരേണ്ടത്. അപ്പൊ 8 6 വരാൻ ചാൻസ് ഉണ്ടോ? 8 6 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 14 ഉത്തരം കിട്ടും. ഇതും വരൂല അല്ലേ? 2 സൈഡുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതി, അതായത് 7 ആണ് വരേണ്ടത്, 14 അല്ല. അപ്പോൾ ഇത് വരാൻ ചാൻസ് ഉണ്ടോ? 3 4 കൂടെ കൂട്ടിയാൽ 7 ആണ്. ഇതാണ് കറക്റ്റ് ആയിട്ട് വരിക. 2 സൈഡും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതി 14 ആണെങ്കിൽ 7 ആണ് 2 സൈഡും കൂടെ കൂട്ടിയാൽ വരുന്നത്. അപ്പൊ 3 4 ആവാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. 3 4 കൂട്ടിയാൽ 7 ആണ്. അതാവാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ ഡി ആവാൻ ചാൻസ് ഉണ്ടോ? ഓപ്ഷൻ ഡി 4 4 ആണ്. 4 4 കൂട്ടിയാൽ 8 ആണ്. അതും വരൂല. 2 സൈഡുകളും കൂടി കൂട്ടിയാൽ 7 ആണ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ സൈഡുകളായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. സെറ്റ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ചോദ്യം. പെരിമീറ്റർ ഇപ്പൊ 18 ആണെങ്കിൽ, ചുറ്റളവ് 18 ആണെങ്കിൽ അതിന്റെ സൈഡുകൾ ഏതായിരിക്കും? നമുക്കറിയാം, പെരിമീറ്റർ 18 ആണെങ്കിൽ അതിന്റെ 2 സൈഡുകളും കൂടെ കൂട്ടിയത് എത്ര വരണം? 18ന്റെ പകുതി. 18 2 കൊണ്ട് ഡിവൈഡ് ചെയ്തത് എത്രയും? 9 വരണം അല്ലേ? അത് ലെങ്ത്തും ബ്രെഡ്ത്തും, നീളവും വീതിയും കൂടി കൂട്ടിയത് 9 വരണം. അപ്പോ ഇതാവോ ലെങ്ത്തും ബ്രെഡ്ത്തും? ആ 2 സൈഡുകൾ ഇതും ഇതും ആവോ? 2 സൈഡുകളും കൂടെ കൂട്ടിയത് 9 വരണം. 18ന്റെ പകുതി, പെരിമീറ്ററിന്റെ പകുതിയാണ് 2 സൈഡുകളും കൂടി കൂട്ടിയത് വരേണ്ടത്. ഈ 2 സൈഡുകളും കൂടി കൂട്ടിയാൽ 9 വരുമോ? 10 8 കൂട്ടിയാൽ 18 ആണ്. 18 ആണ് വരേണ്ടത്. അല്ല, 2 സൈഡും കൂടി കൂട്ടിയാൽ 9 വരണം. 2 7 കൂട്ടിയാൽ എന്താ? 9 ആണ്. ഇത് വരും. ഇതാണ് കറക്റ്റ് അല്ലെ? 2 സൈഡും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 9 വരേണ്ടത്. 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 9 ആണ്. അപ്പോൾ സൈഡുകളായിട്ട് വരാൻ ചാൻസ് ഉള്ളത് 2ഉം 7 ആണ്. ഇനി 3ഉം 5ഉം വരാൻ പറ്റുമോ? 3ഉം 5ഉം കൂട്ടിയാൽ 8 ആണ്. വരൂല. 9 വരണം. 12ഉം 6ഉം കൂട്ടിയാൽ എന്താ? 18 ആണ്. വരൂല. 9 തന്നെയാണ് വരേണ്ടത്. കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ കമന്റ് ബോക്സിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം തരാൻ വേണ്ടി പോവാണ്. പെരിമീറ്റർ ചുറ്റളവ് 20 ആയി കഴിഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തും ആവാൻ ചാൻസ് ഉള്ള അളവ് ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓപ്ഷൻ ഒന്നും തരുന്നില്ലെങ്കിൽ ഇഷ്ടമുള്ള അളവുകൾ പറയാ. പെരിമീറ്റർ ചുറ്റളവ് 20 ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ എത്രയാവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പെരിമീറ്റർ 20 ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 20ന്റെ പകുതി. അങ്ങനെയാണെങ്കിൽ അതിൽ 2 സൈഡുകൾ ആവാൻ ചാൻസ് ഉള്ളത് ഏതാണ്? കൂട്ടിയാൽ 20ന്റെ പകുതി ആവുന്ന 2 നമ്പർ പറഞ്ഞാൽ മതി. ഇഷ്ടമുള്ള നമ്പർ നിങ്ങൾക്ക് പറയാം. അതിന് ഉത്തരം കമന്റ് ബോക്സിൽ ഇടാട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് വരും.
കാരണം ഇത് വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കും. പല രൂപത്തിൽ വളഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അങ്ങനെ വളഞ്ഞ് ചോദിച്ചാൽ എങ്ങനെ ഉത്തരം എഴുതുക? ആ രൂപത്തിൽ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും? പേടിക്കേണ്ട, അതൊക്കെ വൈകുന്നേരം 7:30 ലൈവിൽ മാഷ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ആ ലൈവ് കാണുക. അതുപോലെ ഒരു ലൈവ് കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ചാനൽ ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മാത്സിൻ്റെ ഒരു ലൈവ് കഴിഞ്ഞിട്ടുണ്ട്. ആ ലൈവ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം കേട്ടോ. ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മാത്സിൻ്റെ ഒരു ലൈവ് കഴിഞ്ഞിട്ടുണ്ട്. ആ ലൈവ് നിർബന്ധമായിട്ടും കാണുക. അതിൻ്റെ കൂടെ ഇന്ന് വൈകുന്നേരം 7:30 ലൈവ് കൂടെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ സെറ്റ്, നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കുക. കാരണം ഇതിൽ എക്സാമിന് വരുന്ന എല്ലാ ചോദ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇതേ എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്, ഈ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഉത്തരം കമന്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട. നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം, ലൈവിലുമായിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.